സ്കിൽ ഫ്യൂഷൻ 2025 തുടക്കം കുറിച്ച് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്കിൽ പ്രൊഫഷണൽസ് പങ്കെടുത്ത സ്കിൽ ഫ്യൂഷൻ 2025 കൊച്ചി കളമശ്ശേരി സാമ്ര കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. മൂവായിരത്തിലധികം സ്കിൽഡ് പ്രൊഫഷണൽസിനെ പങ്കെടുപ്പിച്ച് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംഘടിപ്പിച്ച സ്കിൽ ഫ്യൂഷൻ 2025 കൊച്ചി കളമശ്ശേരി സമഗ്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ഹൈബി ഈഡൻ MP, ഇന്ത്യൻ ക്രിക്കറ്ററും ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രാൻഡ് അംബാസഡറുമായ സംജു സാംസൺ, ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി, RJയും എഴുത്തുകാരനും നടനുമായ ജോസഫ് അന്നക്കുട്ടി ജോസ് തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. Adi Institutions is doing a fantastic job. I always say in my speeches there is always a critical gap in the system of learning. It is basically our system is not connected to the industry, and whenever the engineering graduates or professionals come out of their campuses, സുമിത് കെ സുരേന്ദ്രൻ, റജികുമാർ, ഇളനാട് മിൽക്ക് CEO സജീഷ് കുമാർ തുടങ്ങി കല, സാംസ്കാരിക, വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. എൻ്റെ തിയറി എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രശ്നം എനിക്ക് ഉണ്ടാവുന്നോ, എന്തൊക്കെ റിജക്ഷൻ എനിക്ക് നാട്ടുകാർ പറയണോ, എന്തൊക്കെ റിജക്ഷൻ എൻ്റെ ടീമിൽ എടുക്കാത്ത ആൾക്കാർ പറയുന്നോ, അത് അവരല്ല പ്രശ്നം, ഞാനാണ് പ്രശ്നം. അപ്പോൾ വെനെവർ ഐ ഫേസ് എ നെഗറ്റിവിറ്റി, ഐ ഫേസ് എ സെറ്റ് ബാക്ക്, ഐ ഫേസ് എ ഫെയിലിയർ, ഐ ലുക്ക് ഇൻ ടു മൈസെൽഫ്. ഞാനിങ്ങനെ രാജസ്ഥാൻ റോഡ്സിൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലാസ്റ്റ് ബോളിൽ 24 എത്ര റൺസ് വേണം. നമ്മളെ ടീമിലെ ബെസ്റ്റ് ഡെത്ത് ബോളർ സന്ദീപ് ശർമ്മയാണ്. സന്ദീപ് ശർമ്മയെ കൊണ്ട് എറിയിച്ചപ്പോൾ ഫസ്റ്റ് ബോൾ 6, രണ്ടാമത്തെ ബോൾ 6. കാരണം എന്താണെന്നറിയാം, നമ്മുടെ സ്ട്രൈക്കിൽ എത്തിക്കുന്ന ധോണി ബൈ. തുടർന്ന് ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആൽമരം ബാൻഡിന്റെ മ്യൂസിക് പ്രോഗ്രാമും നടന്നു. വരും വർഷങ്ങളിലും വിദ്യാർത്ഥികൾക്കായി ഇത്തരം പരിപാടികൾ നടത്തുമെന്ന് ആദി ഗ്രൂപ്പ് MD മുഹമ്മദ് ഷാഫി പറഞ്ഞു. അടുത്ത വർഷം 10,000-ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്കിൽഡ് ഫ്യൂഷൻ നടത്തുമെന്നും MD പറഞ്ഞു. ഉച്ചയ്ക്ക് സ്കിൽ ഫ്യൂഷൻ സെന്റർ നടത്തിയ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.